നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സും തമ്മിലുള്ള കണക്ഷനാണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ് ഏത് സ്പേസിൽ പഠിച്ചിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജോബുകൾ നമ്മൾ ലാൻഡപ്പ് ചെയ്യും, ആ ജോബുകളെല്ലാം ഇന്ത്യയിൽ അത്യാവശ്യം സാലറീഡ് ആയിട്ടുള്ളത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തിരിച്ചു വരാൻ മാത്രം നമുക്ക് ഇന്ത്യയിൽ ഇക്കണോമിക് ആൻഡ് ഫാമിലി ടൈസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 3 ഫാക്ടേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസുകളിൽ കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു ഡോക്യുമെന്റ് ആയി മാറുക. ആൻഡ് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്, ബിക്കോസ് പണ്ടത്തെ കാലത്തെ പോലെയല്ല നമ്മുടെ മൊത്തം ഡോക്യുമെന്റിനെയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസുകൾക്ക് സാധിക്കും. ഓസ്ട്രേലിയ എന്നുള്ള കൺട്രി ഒഴിച്ച് ബാക്കി എല്ലാ കൺട്രീസിനും ഇത് പ്രത്യേകിച്ച് വേർഡ് ലിമിറ്റ് ഇല്ലാത്തൊരു ഡോക്യുമെന്റ് ആണ്. യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ് ഫ്രീലി.